ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി നേതാക്കൾ. പ്രധാനമന്ത്രിയുടെ പ്രചാരണ പരിപാടികൾ ഇന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാംഘട്ട വോട്ടെടുപ്പിനുള്ള വിജ്ഞാപനം വെള്ളിയാഴ്ച പുറപ്പെടുവിക്കും. സംസ്ഥാനത്തും തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തം. പ്രമുഖ നേതാക്കൾ പ്രചാരണ രംഗത്ത്. വോട്ടെടുപ്പ് ഈ മാസം 26-ന്. രാജ്യത്തെ ഓഹരി വിപണികൾ സർവകാല റെക്കോർഡ് നേട്ടത്തിൽ. സ്വർണ്ണവില എക്കാലത്തെയും ഏറ്റവും ഉയർന്ന നിരക്കിൽ. സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ 2 ഗഡു കൂടി ഇന്നു മുതൽ വിതരണം ചെയ്യും. ബാഡ്മിന്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പിന് നാളെ ചൈനയിൽ തുടക്കമാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. NDA സർക്കാരിന്റെ പ്രവർത്തനഫലമായി രാജ്യത്ത് നക്സൽ തീവ്രവാദം കുറഞ്ഞതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഒരു കാലത്ത് നക്സൽ പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട ഗഡ്ചിരോലി ഇന്ന് ഉരുക്ക് വ്യവസായത്തിന് പ്രസിദ്ധമാണ്. രാജ്യത്തെ എല്ലാ ആദിവാസി കുടുംബങ്ങളുടെയും ജീവിതം മെച്ചപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മധ്യപ്രദേശിൽ 2 തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രചാരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇന്ന് മധ്യപ്രദേശിലും ചെന്നൈയിലും എത്തും. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിൽ ഈ മാസം 26-ന് വോട്ടെടുപ്പ് നടക്കും. 194 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഏറ്റവും കൂടുതൽ പേർ ജനവിധി തേടുന്ന കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലാണ് 14 പേർ. ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ ആലത്തൂരിലാണ്. ആകെ 25 വനിതകളാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത്. 4 വനിതാ സ്ഥാനാർത്ഥികളുള്ള വടകര മണ്ഡലത്തിലാണ് ഏറ്റവുമധികം വനിതകൾ ജനവിധി തേടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 3ാം ഘട്ട വോട്ടെടുപ്പിനുള്ള വിജ്ഞാപനം വെള്ളിയാഴ്ച പുറപ്പെടുവിക്കും. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലെയും ജമ്മുകശ്മീർ, ദാദർ നഗർ ഹവേലി, ദാമൻ ദിയു ഉൾപ്പെടെയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 94 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് 3ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 19-ആണ്. സൂക്ഷ്മ പരിശോധന 20-ന് നടക്കും. പത്രികകൾ 22 വരെ പിൻവലിക്കാം. മെയ് 7-നാണ് വോട്ടെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിൽ 1210 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 89 മണ്ഡലങ്ങളിലേക്കായി 2633 നാമനിർദ്ദേശ പത്രികകളാണ് സമർപ്പിച്ചത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 1428 നാമനിർദ്ദേശങ്ങൾ സാധുവാണെന്ന് കണ്ടെത്തി. ഇന്നലെയായിരുന്നു പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2ാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 26-ന് നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മാസം 19-ാം തീയതി നടക്കാനിരിക്കുന്ന ആദ്യഘട്ട പോളിംഗിൽ 102 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നായി 1625 സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. മത്സരാർത്ഥികളിൽ 1491 പേർ പുരുഷന്മാരും 134 പേർ സ്ത്രീകളുമാണ്. ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെ പര്യടനം ഊർജിതമായി തുടരുന്നു. സിറ്റിംഗ് MPയും UDF സ്ഥാനാർത്ഥിയുമായ ശശി തരൂർ, LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ, NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എന്നിവർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഇന്ന് പ്രചാരണം നടത്തും. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ പുരോഗമിക്കുന്നു. വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്നും ആകാശവാണി പ്രതിനിധി ഭരിത പ്രതാപ്. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ ഓരോ സ്ഥാനാർത്ഥികളും തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പര്യടനത്തിലാണ്. UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ ഇന്ന് പരിയാരം ബ്ലോക്കിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത്. ചൌക്ക സെന്ററിൽ നിന്നാണ് പര്യടന പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് മേച്ചിറ, ചായ്പൻകുഴി എന്നിവിടങ്ങളിലും ഉച്ചയോടെ അതിരപ്പള്ളി മേഖലയിലും വോട്ട് അഭ്യർത്ഥനയ്ക്കായി എത്തിച്ചേരും. ചാലക്കുടി മുരിങ്ങൂർ പ്രദേശത്താണ് ഇന്നത്തെ വോട്ട് അഭ്യർത്ഥന പൂർത്തിയാകുന്നത്. ചാലക്കുടി ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി KA ഉണ്ണികൃഷ്ണൻ രാവിലെ ചാലക്കുടിയിൽ നിന്ന് ആരംഭിക്കുന്ന വോട്ട് അഭ്യർത്ഥന കുന്നത്തുനാട്, ആലുവ, അങ്കമാലി, കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, പെരുമ്പാവൂർ എന്നിവിടങ്ങളിൽ എത്തിച്ചേരും. രാത്രി 8 മണിയോടെ പെരുമ്പാവൂർ മണ്ഡലത്തിലാണ് പൊതുപരിപാടികളിലും അദ്ദേഹം സംബന്ധിക്കുക. LDF സ്ഥാനാർത്ഥിയായ പ്രൊഫസർ C രവീന്ദ്രനാഥ് ഇന്ന് അങ്കമാലി പ്രദേശത്താണ് പര്യടനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. തുറവൂരിൽ നിന്നും പര്യടനം ആരംഭിച്ച് മഞ്ഞപ്ര, അയ്യമ്പുഴ എന്നിവിടങ്ങളിൽ പര്യടനം പൂർത്തീകരിച്ച് മലയാറ്റൂർ, കാലടി മേഖലയിലാണ് ഇന്നത്തെ പര്യടനം അവസാനിപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പുരോഗമിച്ചു വരികയാണ്.
കേരള വിരുദ്ധർക്കെതിരായ വികാരം സംസ്ഥാനത്ത് ശക്തമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊല്ലം ചവറയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് പ്രകടന പത്രികയിൽ പൌരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് ഒന്നും പരാമർശിച്ചിട്ടില്ല. മുഖ്യമന്ത്രി ഉയർത്തിയ വിമർശനം ശരിയാണെന്ന് വെളിവാക്കുന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ പാർലമെന്റ് മണ്ഡലം ബിജെപി നേതൃയോഗം ഇന്ന് മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് ധർമ്മടം, വാരം എന്നിവിടങ്ങളിൽ നടക്കുന്ന കുടുംബയോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. യുഡിഎഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ഇന്ന് പേരാവൂർ മണ്ഡലത്തിലാണ്. എൽഡിഎഫ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് റാലികൾക്ക് തുടക്കമായി. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം തട്ടിപ്പാണെന്ന രീതിയിൽ വ്യാജ പ്രചരണം നടത്തിയതിന് സംസ്ഥാനത്ത് 12 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മലപ്പുറം, എറണാകുളം സിറ്റി, തൃശൂർ സിറ്റി എന്നിവിടങ്ങളിൽ 2 വീതവും, തിരുവനന്തപുരം റൂറൽ, കൊല്ലം സിറ്റി, പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട്, ഇടുക്കി ജില്ലകളിൽ 1 വീതവും കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നത് പരമപ്രധാനമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന എ കെ ആന്റണി. ഇന്ത്യൻ ഭരണഘടനയിൽ മതം ഒരു ഘടകമാകുന്നില്ല. തിരുവനന്തപുരത്ത് കെപിസിസി സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് വിഷു, റമദാൻ ചന്തകൾ ആരംഭിക്കാൻ കൺസ്യൂമർ ഫെഡിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി. നവവത്സരത്തിൽ ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും എല്ലാവർക്കും സന്തോഷവും ഐശ്വര്യവും ആരോഗ്യവും നിറഞ്ഞ പുതുവർഷം ഉണ്ടാകട്ടെയെന്നും സാമൂഹ്യ മാധ്യമക്കുറിപ്പിൽ ആശംസിച്ചു. ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രിയും എ നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി ഇന്ന് വിധി പറയും. ഉച്ചയ്ക്ക് 2:30 ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മയാണ് വിധി പ്രസ്താവിക്കുക. ഒരു തെളിവും ഇല്ലാതെയാണ് ഇഡി തനിക്കെതിരെ നടപടിയെടുത്തതെന്നും അറസ്റ്റ് റദ്ദു ചെയ്യണം എന്നുമാണ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ ഹർജിയിലൂടെ ആവശ്യപ്പെടുന്നത്. രാജ്യത്തെ ഓഹരി വിപണികൾ സർവ്വകാല റെക്കോർഡ് നേട്ടത്തിൽ വ്യാപാരം നടത്തുന്നു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 240 പോയിന്റ് ഉയർന്ന് 74,982-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 73 പോയിന്റ് നേട്ടത്തിൽ 22,739-ലും വ്യാപാരം തുടരുകയാണ്. സ്വർണ്ണവില എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ 2 ഗഡു കൂടി ഇന്നു മുതൽ വിതരണം ചെയ്യും. ഗുണഭോക്താക്കൾക്ക് 3,200 രൂപ വീതം ലഭിക്കും. കഴിഞ്ഞ മാസം 1 ഗഡു വിതരണം ചെയ്തിരുന്നു. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഈ വർഷത്തെ ബാഡ്മിന്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പിന് നാളെ ചൈനയിലെ നിങ്ബോയിൽ തുടക്കമാകും. HS പ്രണോയ്, കിഡംബി ശ്രീകാന്ത്, ലക്ഷ്യ സെൻ, PV സിന്ധു തുടങ്ങിയ താരങ്ങൾ ഇന്ത്യൻ ടീമിനെ നയിക്കും. കൃഷ്ണപ്രസാദ് ഗരാഗ, സായ് പ്രതീക് കെ, പ്രിയാൻഷു രജാവത്ത് തുടങ്ങിയവരും മത്സരരംഗത്തുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പഞ്ചാബിലെ ചണ്ഡിഗഡിൽ രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ സ്വമേധയാ പങ്കെടുത്ത് കർണാടക സ്വദേശിയായ 9 വയസ്സുകാരി. ഏപ്രിൽ 26-ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മുഴുവൻ വോട്ടർമാരെയും വോട്ട് ചെയ്യുന്നതിന് പ്രചോദിപ്പിക്കുകയും അതുവഴി 100% വോട്ടിംഗ് ഉറപ്പുവരുത്തുകയുമാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ബോധവൽക്കരണത്തിലൂടെ സന്നിധി ലക്ഷ്യമിടുന്നത്. വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്നും ആകാശവാണി പ്രതിനിധി പി ജഗന്നിവാസൻ. ചെറുപ്രായത്തിൽ തന്നെ ജനാധിപത്യത്തിൽ വോട്ടവകാശത്തിന്റെ പ്രാധാന്യം പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് സന്നിധിയുടെ ലക്ഷ്യം. ഈ സന്ദേശവുമായി യാത്ര ചെയ്യാൻ സന്നിധിക്ക് പിതാവ് ലോകേഷിന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട്. കൊങ്കിണി, മലയാളം, കന്നഡ, തുളു, ഇംഗ്ലീഷ് എന്നീ 5 ഭാഷകളിലായിട്ടാണ് പ്രചാരണം നടത്തുന്നത്. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കണമെന്നും ശരിയായ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് രേഖപ്പെടുത്തി രാജ്യത്തെ സുരക്ഷിതമാക്കേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണെന്നും ഇത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് സന്നിധി ശ്രമിക്കുന്നതെന്ന് പിതാവ് ലോകേഷ് പറഞ്ഞു. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷ നീറ്റ് UGയുടെ രജിസ്ട്രേഷന് നാളെ രാത്രി വരെ അപേക്ഷിക്കാം. പല കാരണങ്ങളാലും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളുടെ അപേക്ഷ പരിഗണിച്ചാണ് സമയം നീട്ടുന്നതെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി നേതാക്കൾ. പ്രധാനമന്ത്രിയുടെ പ്രചാരണ പരിപാടികൾ ഇന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ട വോട്ടെടുപ്പിനുള്ള വിജ്ഞാപനം വെള്ളിയാഴ്ച പുറപ്പെടുവിക്കും. സംസ്ഥാനത്തും തിരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തം. പ്രമുഖ നേതാക്കൾ പ്രചാരണ രംഗത്ത്. വോട്ടെടുപ്പ് ഈ മാസം 26-ന്.
രാജ്യത്തെ ഓഹരി വിപണികൾ സർവകാല റെക്കോർഡ് നേട്ടത്തിൽ. സ്വർണ്ണവില എക്കാലത്തെയും ഏറ്റവും ഉയർന്ന നിരക്കിൽ. സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ 2 ഗഡു കൂടി ഇന്നു മുതൽ വിതരണം ചെയ്യും. ബാഡ്മിന്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പിന് നാളെ ചൈനയിൽ തുടക്കമാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.